ഒന്ന്, കേരള സംസ്ഥാനത്ത് അത് ആരോപണങ്ങളാകട്ടെ, അത് ജനകീയ വിഷയമാകട്ടെ, സർക്കാർ എപ്പോഴും ഉചിതമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ വയനാട്ടിലെ വിഷയം നമുക്കറിയാം, വലിയൊരു ദുരന്തമുണ്ടായി. ഉടനടി സർക്കാരും അതുപോലെ തന്നെ പൊതുജനങ്ങളും എല്ലാവരും ചേർന്ന് അവിടെ വേണ്ട സഹായം എത്തിക്കുകയും ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ അതോടൊപ്പം തന്നെ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഉടനടി സർക്കാർ വനിതാ IPS ഉദ്യോഗസ്ഥരെയൊക്കെ വെച്ചുകൊണ്ടുള്ള അതിനുള്ള സമിതി രൂപീകരിക്കുകയും അതിൻ്റെ അന്വേഷണം നടത്തുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഒരു MLA ഒരു ആരോപണം കൊണ്ടുവന്നു. തീർച്ചയായും വളരെ വളരെ ഗൗരവമുള്ളതാണ്. അതിന് സർക്കാർ അതുമായി ഒരു ആരോപണം വരുമ്പോൾ അന്വേഷണം വേണം. ആ അന്വേഷണത്തിന് വേണ്ടി നമ്മുടെ പോലീസിൻ്റെ മേധാവിയെ തന്നെ IPS നമ്മുടെ DGPയെ കൊണ്ട് അന്വേഷണം നടത്തുവാൻ അതിൻ്റെ ഒരു സമിതി വെച്ചുകൊണ്ട് അന്വേഷണം നടത്താൻ തീരുമാനമെടുത്തു. ആ സമിതിയുടെ റിപ്പോർട്ട് എന്താകട്ടെ, കുറ്റക്കാരുണ്ടെങ്കിൽ ആ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുകയും ശിക്ഷിക്കുകയും ചെയ്യണം, യാതൊരു സംശയവുമില്ല. അത് ഉചിതമായ ആ നടപടി എടുക്കും എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു നടപടി തന്നെയാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകും. അതല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ആരോപണം വന്നപ്പോൾ തന്നെ അത് ഹേമ കമ്മിറ്റി ആയാലും ഈ പറഞ്ഞ ആരോപണം വന്നപ്പോൾ തന്നെ വളരെ ഗൗരവമുള്ള ആരോപണങ്ങൾ തന്നെയാണ്. അത് തീർച്ചയായും അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, എത്ര വമ്പനായാലും അവർക്കെതിരെ കുറ്റക്കാരാണെങ്കിൽ നടപടി ഉണ്ടാകും, അതുണ്ടാകണം. അതുതന്നെയാണ് കേരള കോൺഗ്രസിൻ്റെ അഭിപ്രായം. അതുമാത്രമല്ല, എത്രയും പെട്ടെന്ന് സമയബന്ധിതമായി അന്വേഷണം നടത്തി പൂർത്തീകരിച്ച് നടപടിയെടുക്കേണ്ടതാണ്. ഞങ്ങൾക്ക് അങ്ങനെ തെറ്റാനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നു. അത് ഒരു ഇടതുപക്ഷ MLA എന്ന നിലയ്ക്ക് വളരെ ഗൗരവത്തിൽ തന്നെ കണ്ട് ഗവൺമെൻറ് അത് എടുത്തിട്ടുണ്ട്. ഏതൊക്കെയാലും അന്വേഷണം വരട്ടെ. ഞങ്ങളുടെ ഫോണിലൊന്നുമില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത ഇല്ലല്ലോ. ഒരു ആരോപണം വന്നു, അതിനകത്ത് നമ്മുടെ പോലീസ് സേന മേധാവിയെ തന്നെയാണ് അന്വേഷണം ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് സത്യസന്ധമായ ഒരു അന്വേഷണം ഉണ്ടാകും. അപ്പോൾ ആരോപണം വന്നാൽ ഉടനെ തന്നെ നമുക്ക് കുറ്റക്കാരെന്ന് പറയത്തില്ലല്ലോ. അപ്പോൾ വരട്ടെ, അതിൻ്റെ റിസൾട്ട് വരട്ടെ. വന്നു കഴിഞ്ഞാൽ കുറ്റക്കാരാണെങ്കിൽ യാതൊരു മുഖം നോക്കാതെ നടപടി എടുക്കും. അങ്ങനെ കുറ്റക്കാരാണെങ്കിൽ ആദ്യമേ തന്നെ കേരള കോൺഗ്രസ് മുന്നോട്ട് വരും, മാറ്റി നിർത്തി എന്താണോ നടപടി എടുക്കണമെന്ന്. വിഷയങ്ങളുണ്ടാകാം, പക്ഷേ വിഷയങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത്. അതാണ് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.